ഹലോ എവ്രി വൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഹിന്ദി വ്യാകരണത്തിലെ വചൻ എന്ന വിഭാഗത്തെ പറ്റിയാണ്. ഒരൊറ്റ സാധനത്തെ സൂചിപ്പിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറയും. പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ ഒന്നിലധികം സാധനങ്ങളാണെങ്കിൽ മറ്റൊരു വാക്ക് പറയും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു പേന നമ്മുടെ കയ്യിലാണെങ്കിൽ പേന എന്ന് പറയും. പക്ഷെ ഒന്നിലധികം പേനയാണ് നമ്മുടെ കയ്യിലെങ്കിൽ നമ്മൾ പേനകൾ എന്ന് പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ തന്നെയും നമ്മൾ ഒരൊറ്റ പേനയാണെങ്കിൽ പെൻ എന്ന് പറയും, ഒരുപാട് പേനകളാണെങ്കിൽ പെൻസ് എന്ന് പറയും. ഹിന്ദി വ്യാകരണത്തിലും ഇതുപോലെ തന്നെ വ്യത്യാസം വരും. ഒരൊറ്റ സാധനത്തിന് പറയുമ്പോൾ ഒരു വാക്കും, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒന്നിലധികം സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ആ പദത്തിൽ തന്നെ ചില വാക്യാംശങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിക്കും. അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. വചൻ രണ്ട് തരത്തിലുണ്ട്, ഏകവചനവും ബഹുവചനവും. നമ്മൾ ഒരൊറ്റ വ്യക്തിയോ വസ്തുവിനെയോ ഒക്കെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ ഏകവചന ശബ്ദങ്ങൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വസ്തുവിനെയോ വ്യക്തിയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ ബഹുവചൻ ശബ്ദങ്ങൾ എന്ന് പറയുന്നു. ഏകവചന ശബ്ദത്തിനെ ബഹുവചനാക്കാൻ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ നിയമം എന്ന് വെച്ചാൽ അകാരം പുല്ലിംഗ ശബ്ദമാണെങ്കിൽ, ആകാരം എന്ന് വെച്ചാൽ ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന പുല്ലിംഗ പദങ്ങളാണെങ്കിൽ ആ എന്ന ആ സ്വരത്തിനെ എ എന്നാക്കിയാൽ മതി. നമുക്ക് നോക്കാം. ഏകവചന ശബ്ദമായി ലടുക്ക. ലടുക്ക എന്ന് വെച്ചാൽ ആൺകുട്ടി. ആ ശബ്ദത്തിലെ ആ എന്ന സ്വരമില്ലേ, ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന ആ സ്വരം, അതിനെ നമ്മൾ എ എന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ലടുക്കയായി. അതാണ് ആൺകുട്ടികൾ എന്നർത്ഥം വരുന്ന വാക്കാണ് ലടുക്കെ. ബച്ച എന്ന് വെച്ചാൽ ഒരു കുട്ടി. അതിൽ ഈ ആ എന്ന സ്വരം മാറ്റി എ ആക്കിയപ്പോൾ ബച്ചയായി, അപ്പോൾ കുട്ടികളായി. ബേട്ട എന്ന പദം, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മകൻ എന്നർത്ഥം. ബേട്ടേ എന്ന് വെച്ചാൽ ഒന്നിലധികം ആൺമക്കൾ എന്നായി. ഒരു ആകാരം സ്ത്രീലിംഗ ശബ്ദമാണ് തന്നിരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ആ എന്ന സ്വരത്തിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ ആ അവസാനിക്കുന്ന ആ എന്ന സ്വരമില്ലേ, അതിനെ ഏം എന്ന സ്വരത്തോട് ചേഞ്ച് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ആ എന്ന സ്വരത്തിൻ്റെ സ്ഥാനത്ത് ഏം എന്നാക്കിയാൽ ബഹുവചന ശബ്ദമായി. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആങ്ക് എന്ന് വെച്ചാൽ ഒരു കണ്ണ്. ആഖേം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ കണ്ണുകൾ. ഇനി പുസ്തകം എന്ന് വെച്ചാൽ ഒരു പുസ്തകം. പുസ്തകേം എന്നായപ്പോൾ അത് ഒരുപാട് പുസ്തകമായി, ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ. ഇനി ബഹൻ എന്ന് വെച്ചാൽ സഹോദരി. ബഹനേം എന്ന് വെച്ചാൽ സഹോദരികൾ, ഒന്നിൽ കൂടുതൽ സഹോദരിമാരിനെയാണ് ബഹനേം എന്ന് പറയുന്നത്. ഇനി ആകാര സ്ത്രീലിംഗ ശബ്ദമാണെങ്കിലോ, എന്ന് വെച്ചാൽ ആയിൽ അവസാനിക്കുന്നതാണെങ്കിൽ ആ എന്ന് അവസാനിക്കുന്ന ആ സ്വരത്തിനെ നമ്മൾ ഏം എന്ന് തന്നെ മാറ്റിയാൽ മതി. മാതാ എന്ന ശബ്ദം, അതിനെ ആ എന്ന സ്വരം മാറ്റി ഏം എന്നിട്ടാൽ മാതായേം എന്നായി. മാതാ എന്ന് വെച്ചാൽ ഒരു മാതാവ്, മാതായേം എന്ന് വെച്ചാൽ ഒന്നിലധികം അമ്മമാർ. മഹിള എന്ന് വെച്ചാൽ സ്ത്രീ, വുമൺ എന്നർത്ഥം തന്നെ. മഹിളായേം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ. കവിത എന്ന് വെച്ചാൽ ഒരു കവിത തന്നെ, നമ്മൾ എഴുതുന്ന കവിതയില്ലേ, അത് തന്നെ. പോയം. കവിതായേം എന്ന് വെച്ചാൽ ഒന്നിലധികം കവിതകൾ. ഈകാരാന്ത് അല്ലെങ്കിൽ ഈകരന്ത് സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ, ഈകാരാന്ത് എന്ന് വെച്ചാൽ ഈയിൽ അവസാനിക്കുന്നത്. ഈകരന്ത് എന്ന് വെച്ചാൽ ഈയിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ പദങ്ങളാണെങ്കിൽ നമ്മൾ ഈ അല്ലെങ്കിൽ ഈനെ യാം എന്ന് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ദീർഘ ഈ ആണെങ്കിൽ അതിനെ ഹ്രസ്വ ഈ ആക്കണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നദി എന്ന പദം, നദി എന്ന് വെച്ചാൽ ഒരൊറ്റ നദി. അതിനെ നമുക്ക് ബഹുവചനമാക്കണമെങ്കിൽ ദീർഘ ഈയെ ഹ്രസ്വ ഈ ആക്കുകയും യാം എന്ന പദം അല്ലെങ്കിൽ ശബ്ദാംശം കൂട്ടി യോജിപ്പിക്കുകയും വേണം.
അപ്പോൾ അത് നദി, നദിയാമായി. ലടുക്കി എന്ന് വെച്ചാൽ ഒരൊറ്റ പെൺകുട്ടി, അതിനെ ബഹുവചനമാക്കുമ്പോൾ ലടുക്കിയാം എന്ന് വെച്ചാൽ പെൺകുട്ടികൾ. സഖി എന്ന് വെച്ചാൽ കൂട്ടുകാരി, ബഹുവചന ശബ്ദമാണ് സഖിയാം എന്ന് വെച്ചാൽ കൂട്ടുകാരികൾ. ഇനി സ്ത്രീലിംഗ പദത്തിൻ്റെ അവസാനം യായാണെങ്കിൽ നമ്മൾ ആ അവസാനിക്കുന്ന യാ എന്ന ശബ്ദത്തിനെ യാം എന്ന് ചേഞ്ച് ചെയ്താൽ മതി. ചിടിയ, ചിടിയായിക്കകത്തെ യായിനെ യാം എന്ന് ചേഞ്ച് ചെയ്താൽ ബഹുവചന ശബ്ദമായ ചിടിയാം കിട്ടും. ചിടിയ എന്ന് വെച്ചാൽ ഒരു പക്ഷി, ചിടിയാം എന്ന് വെച്ചാൽ പക്ഷികൾ. ബുഡിയ എന്ന് വെച്ചാൽ വൃദ്ധ, ബുഡിയാം എന്ന് വെച്ചാൽ വൃദ്ധകൾ. ഗുഡിയ എന്ന് വെച്ചാൽ പാവ, ഗുഡിയാം എന്ന് വെച്ചാൽ പാവകൾ. ഉ ഊ ഔവിൽ അവസാനിക്കുന്ന ശബ്ദങ്ങളുടെ കാര്യത്തിൽ ആ ശബ്ദത്തിൻ്റെ കൂടെ ഏം എന്നും കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. വസ്തു എന്ന് വെച്ചാൽ ഒരു വസ്തു, അതിനെ നമുക്ക് ബഹുവചനമാക്കണമെങ്കിൽ ആ വേർഡിൻ്റെ കൂടെ ഏമെന്ന് കൂടെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ വസ്തുവേം ആക്കുമ്പോൾ അത് ബഹുവചനമായി. വസ്തുവേ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ. വധു എന്ന് വെച്ചാൽ വധു തന്നെ, ബ്രൈഡ്. നമുക്ക് അതിനെ ബഹുവചനമാക്കണമെങ്കിൽ വധുവേം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വധു. ഗൗ എന്ന് വെച്ചാൽ ഒരു പശു, അതിനെ നമ്മൾ ഏം എന്ന് ആ വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഗൗവേം ആയി. അപ്പോൾ അത് ഒരുപാട് പശുക്കൾ അല്ലെങ്കിൽ ഒന്നിലധികം പശുക്കൾ എന്നായി. ഇനി വൃന്ദ്, വർഗ്, ജൻ, ലോ, ഗൺ എന്ന് ശബ്ദങ്ങൾ നമ്മൾ യോജിപ്പിച്ചും ബഹുവചന ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നേത എന്ന് വെച്ചാൽ ലീഡർ, നേതാവ് എന്നതിനെ ബഹുവചനമാക്കണമെങ്കിൽ നേതാഗൺ എന്നെഴുതണം. നേതാഗൺ എന്ന് വെച്ചാൽ ഒന്നിലധികം നേതാക്കൾ. അധ്യാപക്, അധ്യാപകൻ എന്ന് വെച്ചാൽ അധ്യാപകനെ, ഒന്നിൽ കൂടുതൽ അധ്യാപകരുണ്ടെന്ന് നമുക്ക് സൂചിപ്പിക്കുന്നൊരു വാക്കാക്കണമെങ്കിൽ വൃന്ദ് എന്ന വാക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ അധ്യാപക വൃന്ദ് എന്നാണ് പറയുന്നത്. ഗുരു എന്ന് വെച്ചാൽ ഗുരുവിനെ. നമ്മൾ അതിനെ ബഹുവചനമാക്കണമെങ്കിൽ ഗുരുജൻ എന്നെഴുതണം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.